സോ അങ്ങനെ നമ്മൾ ഇവിടെ ടെൻസസിന്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നമുക്ക് എത്ര ടെൻസ് ഫോംസ് ഉണ്ട്? ആക്റ്റീവ് വോയിസിലാണെങ്കിൽ 12 ടെൻസ് ഫോംസ് ഉണ്ട്. 12 ടെൻസ് ഫോംസിൽ അല്ലെ, 12 ടെൻസ് ഫോംസ് 3 ടെൻസസിലായിട്ട് അല്ലെ, 4 വീതം വെച്ചിട്ട്. സോ ദിസ് ഇസ് അബൌട്ട് ടെൻസസ് അല്ലെ. ഇനി ആക്റ്റീവ് വോയിസിലെ ടെൻസസ് പോലെ തന്നെ ഇതിനെയൊക്കെ പാസീവ് വോയിസിലേക്ക് ഏതൊക്കെ ടെൻസസ് ഫോംസ് വരും, അല്ലെങ്കിൽ വോയിസസ് വരുന്നത് എങ്ങനെയാണ്? സോ വോയിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര മാത്രം ആലോചിച്ചാൽ മതി. അതായത് നമ്മളൊരു വേർബ്, സോ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്, സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് എടുക്കാം. ഈ സച്ചിൻ എന്ന് പറഞ്ഞ ആള് എന്താണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോ ഐ ജസ്റ്റ് ടേക്ക് അനദർ പേജ് ഓഫ് ലൈക്ക് ഒരു നോട്ട്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യാം, റൈറ്റ്? സോ എന്താണ് ഇതിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ സെന്റൻസ് എഴുതാൻ പോവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് സെന്റൻസ്? നമ്മൾ പറഞ്ഞ സെയിം സെന്റൻസ് തന്നെ. നമ്മൾ പറഞ്ഞ സെയിം സെന്റൻസിന് എന്തായിരുന്നു? സച്ചിൻ റൈറ്റ് പ്ലേസ് ക്രിക്കറ്റ്. സോ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് സെന്റൻസ് ആണല്ലോ, റൈറ്റ്? എന്തുകൊണ്ട്? ആ സബ്ജക്റ്റും ഉണ്ട്, പ്രെഡിക്കേറ്റ് എലമെന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് തന്നെയാണ്. സോ ഈ സെന്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ, എങ്ങനെ നമ്മളൊരു സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വേർബിനെ നോക്കുക. വേർബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെന്റൻസിലെ ആക്റ്റീവ് വേർബിനെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് ടു ഐഡന്റിഫൈ ആക്റ്റീവ് വേർബ്. സോ ഐഡന്റിഫൈ എന്ത് ചെയ്യണം? നമ്മൾ ആക്റ്റീവ് വേർബിനെ ഐഡന്റിഫൈ ചെയ്യുക. ആക്റ്റീവ് വേർബ് ഐഡന്റിഫിക്കേഷൻ, റൈറ്റ്? എന്താണ് ഈ ആക്റ്റീവ് വേർബ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിൽ ബേസിക് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ ഗതി നിർണ്ണയിക്കുന്ന വേർബ് ഏതാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന വേർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ഇവിടെ നമുക്ക് നോക്കാം, ഒറ്റ വേർബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നമ്മുടെ ആക്റ്റീവ് വേർബ്, വിച്ച് ഇസ് പ്ലേ എന്നുള്ള, അതായത് പ്ലേസ്. ഇവിടെ നമ്മൾ പ്ലേസ് എന്ന് പറഞ്ഞ ഫോമിലാണ് ഉള്ളത്. പ്ലേ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ സിമ്പിൾ ഫോം ഓഫ് വേർബ് പറയുകയാണെങ്കിൽ, അല്ലേ? സോ ഇതാരാ? സോ ബേസിക്കലി എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്? സബ്ജക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ doer of the active verb, doer of the active verbനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്ത് വിളിക്കുക? സബ്ജക്റ്റ് എന്ന് പേരെടുത്ത് വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക? ഡൂവർ. അതായത് ആ ഒരു ആക്റ്റീവ് വേർബ് പെർഫോം ചെയ്യുന്നത് ആരാണോ ആ ഒരു ആക്റ്റീവ് വേർബ് അല്ലെങ്കിൽ അതിലുള്ള വേർബ് പെർഫോം ചെയ്യുന്നത് ആരാണോ അയാൾ സബ്ജക്റ്റുമാണ്. ഇനി ആർക്ക് മേലിലാണോ ഇഫക്റ്റ് വന്നിരിക്കുന്നത്, റൈറ്റ്? എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? എഫക്റ്റഡ് ബൈ ആക്റ്റീവ് വേർബ്, അഥവാ ആരാണ്? ദാറ്റ് ഈസ് ഇതിന്റെ എഫക്റ്റ് എങ്ങനെയാ വരുന്നത്? ഇവിടെ നോക്കുമ്പോൾ എന്താ കളിക്കുന്നത്? സച്ചിൻ ക്രിക്കറ്റ് അല്ലെ? സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്. സച്ചിൻ പ്ലേസ് ഫുട്ബോൾ ആണെങ്കിൽ അവിടെ ഫുട്ബോൾ ആണ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് എങ്ങനെ, ആർക്കാണോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാ എഫക്ട് വരുന്നത്? എന്താ കളിക്കുന്നത്? ദാറ്റ് ഈസ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ കിട്ടുന്നത്, എഫക്റ്റഡ് ബൈ ദ ആക്റ്റീവ് വേർബിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? പറഞ്ഞേ. ഒബ്ജക്റ്റ് എന്നും വിളിക്കും. സോ എന്താണ് ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു എങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് ചോദിച്ചു. അതെന്താ ചെയ്യേണ്ടത്? ആരാണോ ആ സെന്റൻസിലെ ആക്റ്റീവ് വേർബ് പെർഫോം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡൂവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരാണോ ആ ഒരു വേർബ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്, അയാൾ നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാം. അതുപോലെ ആർക്ക് മേലാണോ ആ എഫക്റ്റ്, അത് ചെയ്യുന്നതിലൂടെ ആർക്ക് മേലിലാണോ എഫക്റ്റ് വന്നിരിക്കുന്നത്, ആ എഫക്റ്റ് വന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒബ്ജക്റ്റ് എന്നും വിളിക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഐഡന്റിഫൈ ചെയ്തു, ഇവിടെ നമ്മളെല്ലാം ഐഡന്റിഫൈ ചെയ്തു. ഇതിൽ ആരാണ് ഒബ്ജക്റ്റ്? പറഞ്ഞേ. ഇതിൽ നമുക്ക് സബ്ജക്റ്റ് ഇതാണ്, വേർബ് ഇതാണ്, ഒബ്ജക്റ്റ് ഇതാണ്, റൈറ്റ്? ഇത്രയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഏതാണ് ആക്റ്റീവ്, ഏതാണ് പാസീവ്. സോ ഇത്ര ആലോചിക്കുക. സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രയോറിറ്റൈസേഷൻ കൊടുത്തുകൊണ്ട്, സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അതാണ് എന്ത് പറയുന്നത്? ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. സോ എന്ത് 100% ഇത് എന്ത് വോയിസിലാണുള്ളത്? ആക്റ്റീവ് വോയിസിലാണുള്ളത്. ക്ലിയർ ആണോ?
ആക്റ്റീവ് വോയിസിലാണ് ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഇത് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുകയും അതുപോലെ സബ്ജക്റ്റിനാണ് ഇവിടെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സെന്റൻസസിനെ, ഇങ്ങനെയുള്ള വോയിസസിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി ഇതേ സെന്റൻസ് നമ്മൾക്ക് അർത്ഥം മാറാതെ തന്നെ, ഇതേ സെന്റൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ സെന്റൻസ് തന്നെ, ഇതേ സെന്റൻസ് തന്നെ അർത്ഥം മാറാതെ നമ്മൾ ഒബ്ജക്റ്റിന്റെ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വോയിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാസീവ് വോയിസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ആർക്കാണ് അവിടെ പ്രയോറിറ്റി? സബ്ജക്റ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പോകുന്നതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്നും വിളിക്കും. ഇനി ഒബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പാസീവ് വോയിസ് എന്നും വിളിക്കും. റൈറ്റ്? പാസീവ് എങ്ങനെയാണ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. സോ വീണ്ടും ശ്രദ്ധിക്കുക. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്തായിരുന്നു? ആക്റ്റീവ് വോയിസിലെ എക്സാമ്പിൾ എന്തായിരുന്നു? സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് അല്ലേ? സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്. ഇതിൽ നമുക്കറിയാം സിമ്പിളായിട്ട് സച്ചിനാണ് സബ്ജക്റ്റ് എന്നുള്ളതും വേർബ് ഏതാന്നുള്ളതും ഒക്കെ നമുക്കറിയാം. റൈറ്റ്? ഇതിനെ പാസീവ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ ക്രിക്കറ്റ് പ്ലേസ് സച്ചിൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്രിക്കറ്റ് പ്ലേസ് സച്ചിൻ എന്ന് പറഞ്ഞത് ശരിയാണോ? ഒരിക്കലും അല്ല. ക്രിക്കറ്റ് സച്ചിന് നോ ദാറ്റ് വോണ്ട് ഹാപ്പൻ അല്ലേ? സോ ക്രിക്കറ്റ് പ്ലേസ് സച്ചിൻ എന്നുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതേ അർത്ഥത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. റൈറ്റ് ആണല്ലോ? ഇപ്പൊ ഇതിനി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ബേസിക്കലി ഒബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റണം. അതായത് അർത്ഥം മാറാതെ, ടെൻസ് മാറാതെ. എന്ത് മാറരുത്? അർത്ഥം മാത്രമല്ല, ഇത് പ്രസന്റിൽ നടന്ന കാര്യമല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലാക്കി കഴിഞ്ഞാലും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഉണ്ടാവണം, പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ ഉണ്ടാവണം. സോ ഇതുപോലെ ആയിരിക്കില്ല സ്ട്രക്ചർ, പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. റൈറ്റ്? അങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ എന്താണ് ഫസ്റ്റ് പ്രൊസീജിയർ? പ്രൊസീജിയർ പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറയാം. കോമൺ റൂൾ ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതി. ബാക്കി എല്ലാം നമുക്ക് ടെൻസസ് നിന്നും നമുക്ക് കിട്ടും. റൈറ്റ്? കോമൺ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസിനെ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരേ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് B+V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. B+V3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. വെറുതെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. സോ ഇതില് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞില്ലേ? നമ്മൾ എന്ത് ചെയ്തു? സബ്ജക്ട് ഏതാ, ഒബ്ജക്ട് ഏതാ, അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇതിലെന്താ ഒബ്ജക്ട് ഏതാ വരുന്നത്? ക്രിക്കറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റും സബ്ജക്ട് ഏതാ? സച്ചിൻ എന്നുള്ളതാണ്. സോ നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഈ ഒരു സെന്റൻസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ എന്താ? ക്രിക്കറ്റ് എന്നുള്ളത് എന്താടോ? ഒബ്ജക്റ്റ് അല്ലേ? ഈ ഒബ്ജക്റ്റിനെ വി വിൽ ടേക്ക് ആൻഡ് ഗോ ലൈക്ക് കീപ് ഇറ്റ് ടുവേർഡ്സ് ദ സബ്ജക്ട് പൊസിഷൻ. ഒബ്ജക്റ്റിനെ സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഇനി ഒബ്ജക്റ്റ് മാത്രമല്ല, സച്ചിൻ പ്ലേസ് ദ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ സച്ചിൻ പ്ലേസ് വണ്ടർഫുൾ ക്രിക്കറ്റ്, റൈറ്റ്? വണ്ടർഫുൾ ക്രിക്കറ്റ് എന്നൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്. വണ്ടർഫുൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് അല്ലേ? നൗണിനെ വിശേഷിപ്പിക്കുന്നതല്ലേ? ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. ഇനി പ്രോനൗൺ ആയിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, ഒബ്ജക്റ്റിന്റെ കൂടെ എന്തൊക്കെയുണ്ടോ, കൂടെയുള്ള എലമെന്റ്സ് എന്തൊക്കെയാണോ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്ട്ലി വണ്ടർഫുൾ ക്രിക്കറ്റിനാണെന്നെങ്കിൽ വണ്ടർഫുൾ ക്രിക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. സബ്ജക്ട് പൊസിഷൻ എന്താ? സെയിം സബ്ജക്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സച്ചിനുള്ള അതേ പൊസിഷനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പറഞ്ഞോ? ക്രിക്കറ്റ്. റൈറ്റ്? ഇനിയാണ് B+ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ. B+ നമ്മുടെ ആ ഫോർമുല എന്താ? B+ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ഫോർമുല, B+V3 എന്ന് പറഞ്ഞ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബി പ്ലേഡ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിന് പകരം നമുക്ക് പറഞ്ഞിട്ടുണ്ട് BE എന്ന് പറഞ്ഞ ബിക്ക്
has 8 forms. എത്ര ഫോം ഉണ്ട്? ബിക്ക് 8 ഫോംസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഒന്നാമത്തത് എന്ത് തന്നെ? ഒന്നാമത്തത് ബി തന്നെ, ബി. രണ്ടാമത്തത് is bean, right? മൂന്നാമത്തത് being. 3 ഫോം ആയല്ലോ. നാലാമത്തത് is. അഞ്ചാമത്തത് are. ആറാമത്തത് am. ഇനി ഏഴാമത്തത് was. and finally എട്ടാമത്തെ ഫോം വരുന്നത് ഇറ്റ് ഈസ് where. ഇത്രയും ഓർത്തു വയ്ക്കുക. ബിക്ക് എത്ര ഫോംസ് ഉണ്ട്? 8 ഫോം. സോ ബി പ്ലസ് V3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി എന്ന് ആസ് ഓഫ് അത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എടുത്ത് കൊണ്ടിടാനല്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? ബിന്റെ പല ഫോംസ്. സോ ബേസിക്കലി ഈസ്, ആർ ആൻഡ് ആം. ഈസ്, ആം അല്ലെങ്കിൽ ആർ ഇത് വരുന്നത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോഴാണ്. റൈറ്റ്? ഇനി ഇത് വരുന്നത്, അതായത് വാസ് അല്ലെങ്കിൽ വേർ വരുന്നത് പാസ്റ്റ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്? ഇനി ബീൻ, റൈറ്റ്? ബീൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ബീൻ എന്ന് പറഞ്ഞത് റെപ്രസെന്റ് ചെയ്യുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. സോ ദാറ്റ് ഈസ്, നമ്മൾ നേരത്തെ വായിക്കുന്ന സമയം നമ്മൾ നോക്കിയായിരുന്നു, പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എത്തുന്ന സമയത്ത് ആര് വന്നിട്ടുണ്ടായിരുന്നു? ബീൻ. സോ ദാറ്റ് മീൻസ് പെർഫെക്റ്റ് ആയിരിക്കുന്ന ഫോംസിലേക്കാണ് നമ്മൾ ബീനെ കൊണ്ടുവരിക. റൈറ്റ്? ഇനി കണ്ടിന്യൂസ് ഫോംസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ്? കണ്ടിന്യൂസ് ഫോംസ് വരുന്ന സമയത്ത് നമ്മൾ ബീയിങ്ങിനെയും നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തന്നെ. ഇതിപ്പം ഏത് ടെൻസിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളുടെ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള ഒരു സെന്റൻസ് ആണ് നമുക്ക് പാസീവായിട്ട് മാറ്റേണ്ടത്. സോ ഞാൻ ആദ്യം പറഞ്ഞു ഒബ്ജക്റ്റിനെ കൊണ്ടുപോയിട്ട് സബ്ജക്ട് പൊസിഷനിൽ വെക്കണം. സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പം എന്തുകൂടി ശ്രദ്ധിക്കണം? അതിൻ്റെ കൂടെയുള്ള ആഡ്ജക്റ്റീവ്സ്, പ്രോനൗൺസ്, അതുപോലെ ആർട്ടിക്കിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അയാളെയും നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി നമ്മൾ ഇപ്പുറത്ത് വെക്കും. സോ ഇവിടെ വണ്ടർഫുൾ ക്രിക്കറ്റ് എന്നായിരുന്നെങ്കിൽ വണ്ടർഫുൾ ക്രിക്കറ്റിനെ നമ്മൾ എടുക്കും. സോ ഞാൻ അതുപോലെ ഇവിടെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, ക്രിക്കറ്റ്. റൈറ്റ്? ഇനി ബീന്റെ ഏത് ഫോമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുക? ഓക്കെ, ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് സിംഗുലർ അല്ലേ? സിംഗുലർ നൗൺ അല്ലേ? ഏത് ടെൻസ് ആയതുണ്ടായിരുന്നേ? സോ എന്തുകൊണ്ടാണ് ടെൻസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലായോ? കാരണം നമുക്കൊരു സെന്റൻസ് അങ്ങ് തരിക ചെയ്യാം, നിങ്ങൾ പാസീവിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നോക്കിയേ, സച്ചിൻ പ്ലേസ് ക്രിക്കറ്റ്, നമുക്ക് ടെൻസിന്റെ ജനറൽ ഫോർമുല അറിഞ്ഞാൽ മാത്രമല്ലേ ഇത് ഏത് ടെൻസിലാന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് ഇത് ടെൻസ് മനസ്സിലാക്കി. ഇനി ടെൻസ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് ഏതൊക്കെയാ? ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ആം ഉണ്ട്. ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് എന്നുള്ള ഫോമിനെ എടുത്ത് എഴുതി നോക്കാം. ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഈസ്, ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ വരണ്ടേ? ഈസിനെ ആഡ് ചെയ്തു. റൈറ്റ്? ഇനി V3 ആഡ് ചെയ്യാം. പ്ലേയുടെ V3 എന്താ? പ്ലേ എന്ന് പറഞ്ഞ വേർബിന്റെ V3 എന്താ? V1 V2 V3 പ്ലേ, പ്ലേഡ്. റൈറ്റ്? ക്രിക്കറ്റ് is played by Sachin. ക്ലിയർ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ പണി. എന്താ ചെയ്തേ? ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? ഞാനൊരു എക്സാമ്പിളും കൂടി തരാം, ഒരൊറ്റ എക്സാമ്പിളും കൂടി തരാം. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ പാസീവിലായിരിക്കും. ആക്റ്റീവിലാണ്, അതിനെ പാസീവിലേക്ക് മാറ്റാനാണ്. റൈറ്റ്? മിസ്റ്റർ എക്സ് drinks a coffee. Mr. X drinks a coffee. എങ്ങനെ മാറ്റും? നിങ്ങൾ പറഞ്ഞേ, എങ്ങനെ മാറ്റാം? മിസ്റ്റർ എക്സ് ഡ്രിങ്ക്സ് എ കോഫി. സോ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട പ്രോസസ്സാണ്. കോഫിയാണ് ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത് മനസ്സിലായി. പക്ഷെ എന്താ, ഇവിടെ ആരുണ്ട്? ആർട്ടിക്കിളും ഇല്ലേ? എ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇല്ലേ? അതിനെ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റുമോ? നോ. അയാളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം?
ആ സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് നമ്മൾ എങ്ങനെ എഴുതും? എ കോഫി, എ കോഫി. പറഞ്ഞോ ഈസ് ആണോ വാസ് ആണോ? എന്താ വേണ്ടേ ഇവിടെ? എന്താ ചെയ്യണ്ടേ? ഡ്രിങ്ക്സ് അല്ലേ? അത് ഏത് ടെൻസിലാ? പ്രസന്റിൽ തന്നെ അല്ലേ? സോ എന്താ വരിക? എ കോഫി ഈസ്. ബിയുടെ ഫോം വന്നില്ലേ? ഈസ്. പറഞ്ഞോ എന്താ വരിക? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഒറ്റ കാര്യം ആലോചിക്കുക, V3ന്റെ എക്സിസ്റ്റൻസ് മാത്രമേ എവിടെയുള്ളൂ നമ്മുടെ ടെൻസ് ലൈക്ക് ആക്റ്റീവ് പാസീവിലേക്ക് വരുമ്പോൾ പാസീവില് V3 മാത്രമേ. വേർബ് എപ്പോഴും എന്തായിരിക്കും? V3 ഫോമിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ എ കോഫി ഇസ്, പറഞ്ഞോ, എ കോഫി ഇസ് drunk by Mr. X. ക്ലിയർ ആണോ മക്കളെ? റൈറ്റ്. കാരണം എന്താ? ഇവിടെ ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ? ഒരു എക്സാമ്പിളും കൂടി പിടിച്ചോ. റൈറ്റ്, പിടിച്ചോ. ഒരു എക്സാമ്പിളും കൂടി പിടിച്ചോ. ഇത് കുറച്ചും കൂടി നമുക്ക് വേറെ ഏതെങ്കിലും ടെൻസ് ഫോം നോക്കാം. മിസ്റ്റർ എക്സ് has drunk a coffee. Sorry. Mr. X has drunk a coffee. Right. പറഞ്ഞോ, drunk a coffee. ഇതെങ്ങനെ മാറ്റാം? ഇത് ഏത് ടെൻസിലാ? ഹാസും ഡ്രങ്കും വരുന്ന ഏതിലായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ് ഫോം. സോ ഇത് പെർഫെക്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റിലാണ് പോയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിയുടെ ഒരു ഫോം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? ബീൻ. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓക്സിലറി വേർബ് ഏതാ? ഇതിലുള്ള ഓക്സിലറി ഏതാ? ഓക്സിലറിയിൽ പെട്ടിരിക്കുന്നതാണ് ഈ ഹാസ് എന്ന് പറഞ്ഞ ആള്. സോ ഒരു റൂളും കൂടി ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. there are no changes for auxiliary verbs. ഓക്സിലറികൾക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല. സോ പറഞ്ഞു, ഇനി ഒന്ന് പറഞ്ഞേ. എ കോഫി ആണല്ലോ ഒബ്ജക്റ്റ് വരുന്നത്. സോ ആ ഒരു എ കോഫി എന്നുള്ള ഒരാളെ ഞാൻ എടുക്കുവാണ്. സോ എ കോഫി അല്ലേ? എ കോഫി. പറഞ്ഞോ എ കോഫി. പറഞ്ഞോ. ഹാസിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഹാസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നോ ചേഞ്ച് ഫോർ ഓക്സിലറീസ് ആണ്. എ കോഫി ഹാസ്. പറഞ്ഞോ. ഇനി ബി പ്ലസ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്തേ. ഹാസ് ബി ഏതിന്റെ ഫോം എടുക്കണ്ടേ? പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ബീൻ ഡ്രങ്ക് ബൈ മിസ്റ്റർ എക്സ്. ക്ലിയർ ആണോ? എ കോഫി ഹാസ് ബീൻ drunk by Mr. X. ഇനി ഹാഡ് ആണെന്നെങ്കിലോ? മിസ്റ്റർ എക്സ് ഹാഡ് ഡ്രങ്ക് എ കോഫി ആണെങ്കിലോ? എ കോഫി ഹാഡ് ബീൻ ഡ്രങ്ക് ബൈ മിസ്റ്റർ എക്സ്. ഇനി ഒരു കണ്ടിന്യൂസും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ ഞാൻ ആ ടോപ്പിക്സ് എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് ജസ്റ്റ് പോവാം. റൈറ്റ്. ഒരു എക്സാമ്പിൾ കൂടി, ഒരേ ഒരു എക്സാമ്പിൾ കൂടിയേ. റൈറ്റ്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് നോക്കിക്കോ. Mr. X was eating lunch. Mr. X was eating lunch. ടെൻസ് ഫോം പറഞ്ഞേ. ടെൻസ് ഏതാ? ഏത് ടെൻസ്? ആക്റ്റീവ് വോയിസ് ആണ്. ഏത് ടെൻസാ? ഏത് കണ്ടിന്യൂസ് ആണ്. ING ഫോം ഉണ്ട്. ഏത് കണ്ടിന്യൂസാ? പറഞ്ഞേ. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതിനെങ്ങനെ മാറ്റാം? കണ്ടിന്യൂസ് ഫോമിൽ ഏത് ഫോമാ ഉപയോഗിക്കണം എന്നാ പറഞ്ഞ? ബിയുടെ ഏത് ഫോമാ ഉപയോഗിക്കണ്ടേ? പറഞ്ഞോ. ഇതാ കിടക്കുന്ന ബീയിങ് അല്ലേ? ബീയിങ് എന്ന് പറഞ്ഞ ഫോമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആണല്ലോ. സോ ബീയിങ്. പറഞ്ഞോ. അതിനെങ്ങനെ മാറ്റാം? ലഞ്ച് അല്ലേ? ലഞ്ച്. സോറി, ഞാൻ ഇങ്ക് അങ്ങ് മാറ്റിയേക്കട്ടെ. നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന പാറ്റേൺ അങ്ങനെയാണല്ലേ. സോ പറഞ്ഞോ. എന്താ നമ്മൾ എഴുതണ്ടേ? പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എഴുതാം. ലഞ്ച്. പറഞ്ഞോ. ലഞ്ച്. ഏതാ? ടെൻസിലൊന്നും മാറ്റണ്ട. എന്ത് വരണം? വാസ് എന്നുള്ളത് ലഞ്ച്
വാസ്, ഇവിടെ ING ഫോം നമ്മൾ കൊണ്ടുവരും. ദ ലഞ്ച് അല്ലെങ്കിൽ ലഞ്ച് വാസ് ബീയിങ് ഈറ്റൻ ബൈ മിസ്റ്റർ എക്സ്. ലഞ്ച് വാസ് ബീയിങ് ഈറ്റൻ ബൈ. സോ ഇനി ലഞ്ച് എന്നുള്ളത് അല്ല, മിസ്റ്റർ എക്സ് ഈസ് ഈറ്റിംഗ് ദ ലഞ്ച് ആണെങ്കിലോ ലഞ്ച് ഈസ് ബീയിങ് ഈറ്റൻ ബൈ മിസ്റ്റർ എക്സ്. ക്ലിയർ ആണോ? ചെറിയ കുറച്ച് റൂൾസ് കിട്ടിയില്ലേ? So first rule, take the object towards the subject positions. Also include articles, adjectives or any pronouns, right, associated with the object. So take it as a whole and get it towards the subject position. Subjectory positionലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ്. സബ്ജക്ടറി പൊസിഷൻ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താ? ഓക്സിലറീസ് ഉണ്ടെങ്കിൽ, ഹാസ്, ഹാവ്, ഹാഡ് പോലുള്ള ഓക്സിലറീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനൊന്നും ചേഞ്ച് ചെയ്യാൻ പാടുള്ളതല്ല. അത് അതുപോലെ തന്നെ വെക്കണം എന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ എങ്ങനെ വരും? ഓക്സിലറീസിന് അതുപോലെ. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്താ? ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ഫോർമുലയാണ്. ബി ഹാസ് 8 ഫോംസ്. ഏതൊക്കെയായിരുന്നു? ബി, ബീയിങ്, ബീൻ, പറഞ്ഞോ? ഇനി പിന്നെ ഈസ്, ആം, ആർ, വാസ് ആൻഡ് വേർ. ഈ ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്ന സമയത്ത് അഥവാ പെർഫെക്റ്റ് ടെൻസസ് വരുന്ന സമയത്ത് ബീൻ എന്ന് പറഞ്ഞ ഒരാൾ വരും. കണ്ടിന്യൂസ് വരുന്ന സമയത്ത് ബീയിങ് എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരണം. പിന്നെന്താ? കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഈസ്, ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് ആണെങ്കിലോ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം, ഓക്സിലറീസിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും അണ്ടർഗോ ചെയ്യില്ല എന്നുള്ള ഗോൾഡൻ റൂളും കൂടി ആലോചിച്ച് വെച്ചിരിക്കുക. റൈറ്റ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ഫോർമാറ്റ്സിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോർമാറ്റ്സ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്? സോ ഇതാണ് നമ്മുടെ ജനറൽ ഫോർമാറ്റ്. ഈ ജനറൽ ഫോർമാറ്റ്സിൽ നോക്കുന്ന സമയത്ത് റൈറ്റ്, നമുക്ക് വോയിസസ് ഇതിൽ ഞാൻ ടൈപ്പ് ഓഫ് ടെൻസസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആക്റ്റീവ് വോയിസ്, അതുപോലെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞ ഹെഡിങ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ റൈറ്റ് എന്നെങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഷീ റൈറ്റ്സ് എ ലെറ്റർ, ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES പ്ലസ് ഒബ്ജക്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെ സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് നമ്മൾ ആരെയാണ് ആദ്യം കൊണ്ടുവരുന്നത്? ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം ഫസ്റ്റ്ലി ഹൈലൈറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ലെറ്റർ. നമ്മളിവിടെ എ ലെറ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റിനെ കാണുന്നത്. കാരണം എന്താ? അതിന് നമ്മുടെ ഒബ്ജക്റ്റിന്റെ കൂടെ, അതായത് നമ്മുടെ ആ നൗണിന്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ആഡ്ജക്റ്റീവോ പ്രോനൗണോ അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾസോ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ചെയ്യണം ആസ് ദ ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ എ ലെറ്റർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എഴുതി. എന്നിട്ട് ഇനി എന്താ? അത് ഏത് ടെൻസാ? പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈസ് എന്നുള്ള ആളെ നമ്മൾ അതേപോലെ ബിയുടെ ഫോം ആയിട്ട് നമ്മൾ ഈസ് കൊണ്ടുവന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? V3, ദാറ്റ് ഈസ് റൈറ്റ്, റോട്ട് ആൻഡ് റിട്ടൺ. ദാറ്റ് ഈസ് V3 നമ്മൾ അപ്ലൈ ചെയ്തു ബൈ ഹർ. ദാറ്റ് ഈസ് ജനറൽ ഫോമാറ്റ് നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. നോക്കിയേ, നമ്മൾ ആക്റ്റീവ് വോയിസിലായിരുന്നു എന്നുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES പ്ലസ് ഒബ്ജക്ട് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എങ്ങനെ മാറി? ഒബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്ട്. ക്ലിയർ ആണല്ലോ? ബിക്കോസ് ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ജനറൽ ഫോർമാറ്റ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ബി വെരി വെരി എഫക്റ്റീവ്. അതുപോലെ തന്നെ ഇത് മാത്രം നിങ്ങൾ ഈ ടാബുലർ ഫോർമാറ്റ് മാത്രം ക്യാരി ചെയ്താൽ മതി ടു കൺവേർട്ട് ആക്റ്റീവ് ടു പാസീവ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. സോ ബി അവെയർ ഓഫ് ദിസ് ജനറൽ ഫോർമാറ്റ്. റൈറ്റ്? സോ ഇനി നമ്മൾ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലേക്കാണ്. പ്രസന്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. സോ അവിടെ നമ്മൾ ജനറൽ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ്
V1 പ്ലസ് ING, ഈസും ആമും ഐ വരികയാണെങ്കിൽ ആം എന്നാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് they are eating mangoes. So they are eating, they ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, മാംഗോസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റിനെ ആദ്യം നമ്മൾ സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് മാംഗോസ്. ഇനി ഇത് ഏതാണ്, ഇത് ബേസിക്കലി ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈസ് അല്ലെങ്കിൽ ആർ ആണ് കൊണ്ടുവരുന്നത്. അതിൽ നമ്മൾ മാംഗോസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലൂറൽ ആയിരിക്കുന്ന ആറിനെ കൊണ്ടുവന്നു, ഈസ് അല്ല ആറിനെ കൊണ്ടുവന്നു. ഇനി എന്താ, ആ കണ്ടിന്യൂസ് അല്ലേ, ഇവിടെ വേർബ് എന്തിലേ ഇരിക്കുള്ളൂ, വേർബ് എന്ത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഇനി ഏതാ പെർഫെക്റ്റ് ആയിക്കോട്ടെ, എപ്പോഴും വേർബ് എങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, V3 ഫോമാറ്റിൽ മാത്രമേ വേർബ് ഉണ്ടാവുള്ളൂ. സോ ING സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരാളെ വിളിക്കണ്ടേ. സോ ING സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീയിങ് എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ബീയിങ് ഈറ്റൻ ബൈ ദം, ഇത് കണ്ടിന്യൂസ്ലി വരുന്ന സമയത്ത്. സോ അങ്ങനെയാണെങ്കിൽ ജനറൽ ഫോമാറ്റ് ഒന്ന് ഡിറൈവ് ചെയ്തേ, സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങോട്ടേക്കാ പോയിരിക്കുന്നത്, ഇപ്പം എങ്ങോട്ടേക്കാ പോയത്, ഒബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്ട് എന്നുള്ള രീതിയിലേക്ക് മാറുകയുണ്ടായി. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ആർ. ഇനി I am doing my homework, I am doing my homework. സോ ഇത് എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ മൈ ഹോംവർക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് വരുന്നത്. സോ മൈ ഹോംവർക്ക് ഇസ് ബീയിങ് ഡൺ ബൈ മീ. ഹോംവർക്ക് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു, നേരത്തെ മാംഗോസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇസ് കംപ്ലീറ്റഡ്. അതിന്റെ ആക്റ്റീവ് വോയിസിൽ നിന്ന് എങ്ങനെ പാസീവിലേക്ക് മാറ്റാം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തേതിലേക്ക് പോവാം. ദാറ്റ് ഈസ് പ്രസന്റിലെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ടെൻസ്, ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ദാറ്റ് ഈസ് എങ്ങനെയായിരുന്നു, സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആയിരുന്നു അതിന്റെ ജനറൽ ഫോർമാറ്റ് വരുന്നുണ്ടായിരുന്നത്. എക്സാമ്പിൾ ആയിട്ട് I have done my homework, V3 ആണ്, ഹാവ് ആണ്, I ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് എന്ന് വന്നിരിക്കുന്നത്, റൈറ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് മൈ ഹോംവർക്ക് ആണ് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ സബ്ജക്ട് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഏതാണ്, ഓക്സിലറീസിന് മാറ്റം ഉണ്ടോ? ഓക്സിലറീസിന് ഒരു മാറ്റവും ഇല്ല. ഹാവ് ആണെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണെങ്കിൽ ഹാസ്. പക്ഷേ ഇവിടെ ഹോംവർക്ക് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഹാസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഹാവിനെ തന്നെ ഓക്സിലറീസിന്റെ പൊസിഷൻ ലൈക്ക് ആ ഒരു എക്സിസ്റ്റൻസിൽ മാറ്റമൊന്നുമില്ല, ടെൻസസിനൊന്നും മാറ്റമില്ല. ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് ആകെ ഡിപ്പെൻഡ് ലൈക്ക് ആകെ എന്താണ്, നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിന്റെ ബേസിസിലാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഇവിടെ എന്താണ്, ബിയുടെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കുന്നത്. എവിടെ പെർഫെക്റ്റ് ടെൻസിൽ എപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിരിക്കുന്നത്, പാസ്റ്റ് ലൈക്ക് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ്, ദാറ്റ് ഈസ് V3 വരുന്നത് വേണം. സോ ബിയുടെ തന്നെ V3 ഫോം ആയിട്ടുള്ള ബീനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബീൻ ഡൺ ബൈ മീ, അല്ലേ, ഡു, ഡിഡ് ആൻഡ് ഡൺ, റൈറ്റ്. സോ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കുന്നത് നമുക്ക്, എന്നാൽ ജസ്റ്റ് നമ്മൾക്ക് തന്നെ ഒന്ന് നമുക്ക് വേറൊരു രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല. Now we have simple past tense. സോ ഇതുവരെ ആയിരുന്നു നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് വരെ ആകുമ്പോഴത്തേക്കും പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 3 പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസിനെയും ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ സ്റ്റേറ്റിംഗ് എനി ഓഫ് ദീസ് 3 ടെൻസസ്, ഇനി ഒരു ടെൻസ് കൂടി ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസീവ് ഫോംസിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ അതിന്റെ ബേസിസിലാവുന്ന സമയത്ത് സോ ഈ 4 ടെൻസസിന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഈ തരത്തിലുള്ള ഏതെങ്കിലും ടെൻസസ് ആണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ആസ് യുവർ ആൻസർ ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. സോ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെങ്കിലും ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് യു ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആസ് ഇറ്റ്സ് ആൻസർ. ദാറ്റ് ഇസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക, ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, റൈറ്റ്.
സോ ഇവിടെ ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ദാറ്റ് ഇസ് പാസ്റ്റ് ടെൻസിലെ ഫസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്കറിയാം സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട് എന്നുള്ളതായിരുന്നു അതിന്റെ ജനറൽ ഫോം ഉണ്ടായിരുന്നത്. സോ ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹി ട്രാവൽഡ് ദ വേൾഡ് അല്ലെ. ഹി ട്രാവൽഡ്, ദാറ്റ് ഇസ് ട്രാവൽഡ് V1 V2 V3. സോ V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൗ ഇവിടെ എന്താ, ഇനി ഇതിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ദ വേൾഡ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത്, ദ വേൾഡ്. ഇവിടെ നേരത്തെ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആർ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ പാസ്റ്റിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും, വാസ് അല്ലെങ്കിൽ വേർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ദ വേൾഡ് വാസ് ട്രാവൽഡ് ബൈ ഹിം. The world was traveled by him. He becomes him. നമ്മൾ ലൈക്ക് ഒരു പാസീവ് ഫോമിലേക്ക് വരുന്ന സമയത്ത് he becomes him, right? Then we have ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, I did my homework അല്ലേ. did done എന്നുള്ള രീതിയിലാണ്. സോ മൈ homework, right? മൈ homework എടുത്തു. ഇനി then we will apply homework സിംഗുലർ ആയതുകൊണ്ട് was തന്നെ മതി. homeworks എന്നാണെങ്കിലോ my homeworks were done by me, right? were done by me അല്ലെങ്കിൽ വാസ് ഡൺ ബൈ മീ എന്നുള്ള ഇതിലേക്ക് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. സോ ദ ജനറൽ ഫോർമാറ്റ് ഇസ് ഒബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ. ഇവിടെ ഒരു വേർ എന്നുള്ള ഓപ്ഷനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. വേർ, വാസ് ഓർ വേർ. ഓക്കെ, പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്, ബൈ സബ്ജക്ട്. റൈറ്റ്? ക്ലിയർ അല്ലേ? സോ അടുത്തയിലേക്ക് പോവാണ്. നമ്മൾ അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമ്മളിവിടെ പറയുകയുണ്ടായി. ഇനി നമ്മൾ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ്. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന സമയത്തും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിച്ച പോലെ ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്. ഇതിന് എന്ത് ചെയ്തു, മൈ ഹോംവർക്ക് എന്നുള്ള ഒബ്ജക്റ്റിന് ആദ്യം എഴുതി. അതിനുശേഷം വാസ് അല്ലെങ്കിൽ വേർ, ഹോംവർക്ക് ഏതാണ്, സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്ന് വെച്ചു. ഇനി കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബിയുടെ കണ്ടിന്യൂസ് ഫോമിനെ കൊണ്ടുവരണം. ദാറ്റ് ഈസ് ബീയിങ് done by me. My homework was being done by me, right? ഒരു എക്സാമ്പിൾ നോക്കുക. She was washing her car. They were washing their car എന്നൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, their car was being washed by them അല്ലെങ്കിൽ her car was being washed by her. ക്ലിയർ ആണല്ലോ? So that is past continuous tense and we move on to past perfect tense. ഈ past perfect tense ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ had എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നത്. ഇവിടെ നമ്മൾ എന്തായിരുന്നു, സബ്ജക്ട് പ്ലസ് had പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. നേരത്തെ has or have പ്ലസ് V3 ആയിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ പ്രസന്റ് പെർഫെക്റ്റിൽ has or have പ്ലസ് V3 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, had plus V3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ had plus V3 plus object. So they had won the match. സോ ഇതിനെ എങ്ങനെ മാറ്റാം, the match എന്നുള്ളത് നമ്മൾ എഴുതുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു ഓക്സിലറീസിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഇല്ല. സോ had മാറി ഹാസോ ഹാവോ ഒന്നും ആവില്ല. had will remain had itself, right? the match had ആഡ് ചെയ്തു. നീ നേരത്തെ നമ്മൾ നോക്കിയേ, ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും നമ്മൾ കൊണ്ടുവരുന്നത്. ഹാഡ് ബീൻ, ദാറ്റ് ഈസ് ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്ട്, വൺ ബൈ ദം. റൈറ്റ്? ക്ലിയർ ആണോ? സോ ഒരു രീതിയിലും ടെൻസസ് മാറിപ്പോകാൻ പാടില്ല. നമ്മൾ ഏത് ടെൻസസിലാണോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒറ്റ എക്സാമ്പിളും കൂടി നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടെൻസിൽ നിന്ന് അടുത്ത ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാം. ഐ ഹാഡ് ഡൺ മൈ ഹോംവർക്ക്. സോ ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത് മൈ ഹോംവർക്ക് ആണ്. മൈ ഹോംവർക്ക് ഹാഡ് അല്ലെ, ഹാഡ് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ബീൻ എന്നുള്ളത് ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അയാളെയാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഡ് ബീൻ ഡൺ ബൈ മീ. റൈറ്റ്? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്യൂച്ചർ ടെൻസിൽ എന്തായിരുന്നു, സബ്ജക്ട് പ്ലസ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട് എന്നുള്ളതായിരുന്നു. ഷീ വിൽ അല്ലെങ്കിൽ ഷീ ഷാൾ റൈറ്റ് എ പോയം. റൈറ്റ്? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എ പോയം എന്നുള്ളതാണ് നമ്മൾ എന്ത് വരുന്നത്, ഒബ്ജക്ട് പൊസിഷനിൽ വരുന്നത്. സോ എ പോയമിനെ നമ്മൾ അതുപോലെ നമ്മൾ അവിടെ എഴുതുകയുണ്ടായി. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക,
വിൽ എന്നുള്ളത് അതുപോലെ വിൽ അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ എന്താണോ ആയിരിക്കുന്നത്, ഷുഡ് അല്ലെങ്കിൽ ഷാൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്താണോ അവിടെ ഉള്ളത് അത് അതുപോലെ തന്നെ എഴുതി വെക്കുക. ഷീ ഷാൾ റൈറ്റ് എ പോയം എന്നാണെങ്കിൽ എ പോയം ഷാൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ B+V3 ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വിൽ ബി റിട്ടൺ ബൈ ഹർ. എ പോയം വിൽ ബി അല്ലെങ്കിൽ എ പോയം ഷാൾ ബി റിട്ടൺ ബൈ ഹർ. റൈറ്റ്? I will do my homework അല്ലെങ്കിൽ I shall do my homework. അങ്ങനെയാണെങ്കിലോ my homework shall be അല്ലെങ്കിൽ will be done by me. ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ B+V3 നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് B+V3 പ്ലസ് ബൈ സബ്ജക്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെൻസിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറയുകയുണ്ടായി, നമുക്ക് എന്തില്ല, കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ നമുക്ക് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ വി ആർ going to the last tense form which is future perfect tense. So എങ്ങനെയായിരുന്നു future perfect tense? She അല്ലെങ്കിൽ subject plus will or shall plus have plus V3 plus object അല്ലേ? will അല്ലെങ്കിൽ shall plus have plus V3 plus object. He will have അല്ലെങ്കിൽ he shall have received the letter. He shall have received the letter. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഇതിൽ നോക്കാം, ദ ലെറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നിരിക്കുന്നത്. സോ ലെറ്റർ എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി വെച്ചു, ദ ലെറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി, വിൽ അല്ലെങ്കിൽ ഷാൾ. ഇവിടെ എന്താ വിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അത് അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നു വിൽ. ഇനി എന്ത് ചെയ്യുക, ഹാവ് എന്നുള്ളത് അതുപോലെ തന്നെ വിൽ ഹാവ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതി വെക്കുകയാണ്. ദെൻ വി ആഡ് ദ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ബീൻ എന്നുള്ളത് ആഡ് ചെയ്യുന്നു. ദെൻ ഓൾസോ വിൽ റൈറ്റ് ദ V3 ഫോം ഓഫ് റിസീവ്. ദാറ്റ് ഇസ് റിസീവ് പ്ലസ് ബൈ സബ്ജക്റ്റും കൂടി ആകുമ്പോൾ ദാറ്റ് ഇസ് ദ റൈറ്റ് ഫോർമാറ്റ്. നോക്കിക്കേ, ഫോർമാറ്റ് നോക്കിക്കേ, ഇതിന്റെ ജനറൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ജനറൽ ഫോർമാറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് നോക്കുകയാണ്, ആക്റ്റീവ് വോയിസ് നോക്കുകയാണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. റൈറ്റ്? ഇവിടെ വരുന്ന സമയത്ത് എന്തായി, ഒബ്ജക്ട് പ്ലസ് will or shall have plus been plus V3 plus by subject. നമുക്ക് ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ബീനെ കൊണ്ടുവരുന്നത്, ഇത് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ബിയുടെ തന്നെ പെർഫെക്റ്റ് ഫോമിലേക്കാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള V3 ഫോം ആണ് കൊണ്ടുവരേണ്ടത്. റൈറ്റ്? ഇനി ഒരൊറ്റ എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. I should have done my homework. I should have done my homework അല്ലേ? ഞാനത് ചെയ്യേണ്ടതായിരുന്നു അല്ലേ? ഞാനത് ചെയ്യും. റൈറ്റ്? ഞാനത് ഐ ഷുഡ് ഹാവ്, ഞാനത് ആ സമയത്ത് ചെയ്യണമായിരുന്നു അല്ലേ? എനിക്ക് ആ സമയത്ത് അത് ചെയ്യണമായിരുന്നു. റൈറ്റ്? ദെൻ ഇനി നോക്കിക്കോ, മൈ ഹോംവർക്ക്. അവിടെ മൈ ഹോംവർക്ക് അല്ലേ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്, മൈ ഹോംവർക്ക്. ഇനി നമ്മൾ ഓൾറെഡി സോ മൈ ഹോംവർക്ക് ഷുഡ് ഹാവ്, അത് അതുപോലെ തന്നെ വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ ഷുഡ് ആയിക്കോട്ടെ, അത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിന് ശേഷം അയാളെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഷുഡ്. ഇനി എന്താ, have been done by me. Have been done by me. So clear അല്ലേ? ടെൻസസിന്റെ കാര്യം 100% ക്ലിയർ അല്ലേ? ഇനി എന്താ, ആക്റ്റീവ് വോയിസിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ്. ദാറ്റ് ഈസ് റിഗാർഡഡ് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാം, നമുക്ക് തന്നിരിക്കുന്ന പാസീവ് വോയിസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സെന്റൻസസിനെ നമ്മൾ മാറ്റുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി മാത്രം നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി സോ വി ഹാവ് ആ ഒരു ഡീറ്റെയിലും കൂടി നമ്മൾ നോക്കിയതിനു ശേഷം, അത് ഞാൻ മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് പകരം ഐ ജസ്റ്റ് ബി ആഡിങ് ഇറ്റ്. ലൈക്ക് സോ നമ്മൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ് ഈസ് വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക വൈൽ ഐ ആം റൈറ്റിംഗ്. റൈറ്റ്? സോ ഇനി നമുക്ക് മാറ്റാനുള്ളത്, സെന്റൻസസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്, റൈറ്റ്, നമുക്ക് ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇനി രണ്ട് ഒബ്ജക്ട്സ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റുകളിലെല്ലാം ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സോ ഞാൻ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്നും കൂടി എഴുതുകയാണ് കേട്ടോ. ഞാൻ ഒറ്റ എക്സാമ്പിൾ എഴുതുകയാണ്. രാജു ഡ്രിങ്ക്സ് എ കോഫി. റൈറ്റ്? രാജു ഡ്രിങ്ക്സ് എ കോഫി. രാജു ഡ്രിങ്ക്സ് എ കോഫി എന്നുള്ള ആ ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ആ ഒരു സെന്റൻസ് ഇപ്പൊ ഏത് ടെൻസിലുള്ളത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണുള്ളത്. കാരണം എന്താ, സബ്ജക്ട് പ്ലസ്
verb plus S or es അഥവാ ഡ്രിങ്ക്സ് എന്നുള്ളത് ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഏത് ടെൻസിലാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പാസീവ് വോയിസിലേക്ക് ആക്കാൻ നമുക്കറിയാം വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റിനെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് ഏതായിട്ടാണ്, ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത സമയത്ത് നമുക്ക് അറിയാം എന്താണ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ. ഒബ്ജക്റ്റ് എന്താണ്, എ കോഫി എന്നുള്ളതാണ് ഒബ്ജക്റ്റ് വരുന്നത്. സോ നമ്മൾ അയാളെ എഴുതി വെക്കുകയാണ്, എ കോഫി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബിയുടെ തന്നെ 8 ഫോമിൽ ഏതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിയണം. ഏത് ഉപയോഗിക്കണം, പ്രസന്റ് അല്ലേ, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഈസ് എന്നുള്ള ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്, എ കോഫി ഈസ്, പറഞ്ഞോ, എന്ത് ചെയ്യും, ബി പ്ലസ് V3 ആണ്, ഈസ് ഡ്രങ്ക് അല്ലേ, ഈസ് ഡ്രങ്ക് ബൈ രാജു അല്ലേ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. സോ ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു കൺവേർഷൻ, നോർമൽ ആയിട്ടുള്ള കൺവേർഷൻ. സോ ഇനി നിങ്ങൾക്കൊരു ഒരു സെന്റൻസ് ഞാനിവിടെ എഴുതാൻ വേണ്ടി പോവാണേ. നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദീസ് സെന്റൻസ്. സോ ഞാൻ ആ സെന്റൻസ് എഴുതാൻ വേണ്ടി പോവാണ്. റൈറ്റ്, ഞാനിവിടെ എഴുതാൻ പോവാണ്. ദ farmer gave the farmer gave the cows some hay and oats. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ദാറ്റ് ഈസ് ദ ഫാമർ ഗേവ് ദ കൗസ് സം ഹേ ആൻഡ് ഓട്സ്. വൈക്കോലും അതുപോലെ പിണ്ണാക്കും കൊടുത്തു എന്നുള്ള, ഓട്സ് എന്നുള്ളത് പിണ്ണാക്ക് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഡോണ്ട് ലൈക്ക് എന്താണ് ഇവിടെ പശുവിന് ഓട്സ് ഒക്കെ കൊടുക്കുന്നതൊന്നുമല്ല, അത് ക്വേക്കർ ഓട്സ് ഒന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് ദറ്റ് എന്താ പറയുക, നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത് പിണ്ണാക്ക് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിനെ ഞാൻ എങ്ങനെ മാറ്റും, ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 2 ഒബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. വിച്ച് ഇസ് ദ കൗസ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റുമാണ്, സം ഹേ ആൻഡ് ഓട്സ് എന്നുള്ളത് അടുത്ത ഒബ്ജക്റ്റുമാണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ളത്, ഇവിടെ സബ്ജക്റ്റ് ആയിരിക്കുന്നത് ദ ഫാർമർ തന്നെയാണ്. പക്ഷേ എന്താ ഇവിടെ പ്രശ്നം, ദ കൗസ് ആൻഡ് ഓൾസോ ഹേ ആൻഡ് ഓട്സ് എന്നുള്ളത് എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ. ദാറ്റ് ഈസ് ഇവിടെ വരുന്ന സമയത്ത് 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. ഈ സെന്റൻസിന് 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ കൗസ് എന്നുള്ള ആൾക്കാരെയാണ്. ദ കൗസ് എന്നുള്ളതാണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കി ഞാൻ എന്ത് എഴുതാൻ വേണ്ടി പോവാണ്, ദ കൗസ്. ഇത് ഏത് ടെൻസിലാ, ഗേവ് അല്ലേ. ഗേവ് എന്ന് പറഞ്ഞാൽ ഏതാ, ഗിവ്, ഗേവ്, ഗിവൻ അല്ലേ. സോ അതുകൊണ്ട് V2 ആണ്, സിമ്പിൾ പാസ്റ്റിലാണുള്ളത്. ഗേവ് എന്ന് പറയുമ്പോൾ എന്തായി, വാസ് അല്ലെങ്കിൽ വേർ ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ദ കൗസ് വേർ. അതെ, ബിയുടെ ഏത് ഫോം വന്നു, ബിയുടെ ഫോം വന്നില്ലേ, ബിന്റെ 8 ഫോമിന്റെ അകത്ത് ഒരു ഫോം വേർ, വാസ് അല്ലെങ്കിൽ വേർ ആണ്. വേർ നമ്മൾ ഉപയോഗിച്ചു, ദ കൗസ് വേർ. ഇനി എന്താ, V3 വേണം. ഗേവിന്റെ V3 എന്താ, വേർ ഗിവൻ some hay and oats by the farmer. ക്ലിയർ അല്ലേ? എങ്ങനെയത് ഡിറൈവ് ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, ദ കൗസ് ആണ് ഇവിടെ ഡയറക്റ്റ്. സോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എഴുതുന്നതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി മറ്റൊരു ഔട്ട്കമ്മും കൂടി ഉണ്ട്, എന്ത് ചെയ്ത് എഴുതാൻ മതി. ഇനി ഒരു ഔട്ട്കമ്മും കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാമോ? അടുത്തൊരു ഔട്ട്കം ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഞാൻ രണ്ടാമത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സം ഹേ ആൻഡ് ഓട്സ് വെച്ച് ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിലോ, സം ഹേ ആൻഡ് ഓട്സ്, സം ഹേ ആൻഡ് ഓട്സ്, സെയിം പാറ്റേൺ തന്നെ. എന്താ, വേർ ഗിവൻ ടു ദ കൗസ് ബൈ ദ ഫാർമർ അല്ലേ. സെയിം അർത്ഥം തന്നെയല്ലേ, എന്തായാലും അർത്ഥം മാറുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 ഔട്ട്കംസ് വരാനുള്ള സാധ്യത എവിടെയുണ്ട്. 2 ഒബ്ജക്ട്സ് നമുക്ക് വരുന്ന സമയത്ത് ദർ വിൽ ബി ഔട്ട്കംസ് ഇൻ ദ പാസീവ് ആസ് 2 ഔട്ട്കംസ് വിൽ ബി ഔട്ട് ദെയർ അല്ലേ. പാസീവിലേക്ക് വരുന്ന സമയത്ത് 2 ഔട്ട്കം. എങ്ങനെയാ 2 ഔട്ട്കം വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ, റൈറ്റ്? ക്ലിയർ അല്ലേ?
സോ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന ടെൻസസ് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്ന ആ സെന്റൻസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ് ഞാൻ പറയുവാണെങ്കിൽ ഇതാ നിങ്ങളോട് എഴുതാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സെന്റൻസ് വുഡ് ബി ദിസ് വൺ, ദാറ്റ് ഈസ് ദ കൗസ് വെയർ ഗിവൻ സം ഹേ ആൻഡ് ഓട്സ് ബൈ ദ ഫാർമർ എന്നുള്ള സെന്റൻസ് എഴുതാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ, റൈറ്റ്? സോ ഇനി അടുത്തയിലേക്ക് നമ്മൾ പോവാണ്, വിച്ച് ഇസ് നമ്മൾ അടുത്ത ഒരു പാറ്റേണിലേക്ക് പോകുന്ന സമയത്ത് ഇത് നമ്മൾ കണ്ടു. ഇതൊക്കെ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന കേസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലുക്കിംഗ് ടുവേർഡ്സ് ദ സെന്റൻസസ് നോട്ട് ഇൻ ഒരു പ്രോപ്പർ സെന്റൻസ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാത്ത പല സെന്റൻസസ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ക്വസ്റ്റ്യൻസ് അല്ലെ. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന സെന്റൻസസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുക. സോ ദാറ്റ് ഈസ് നമ്മളോട് അതിൻ്റെ അകത്തൊരു ടാസ്ക് നമ്മളോട് പറയുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ എങ്ങനെ ഇതിന്റെ പാസീവ് ഫോംസ് എഴുതും എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിലേക്ക് പോവാം, റൈറ്റ്? സോ ദാറ്റ് ഈസ് നമ്മൾ ഈ സെന്റൻസസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഒരു സെന്റൻസസ് കാറ്റഗറിയിൽ വിളിക്കുന്ന സമയത്ത് ഇതിന്റെ പേര് നമ്മൾ എന്ത് വിളിക്കും? ദേ ആർ ടേംഡ് ആസ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്നാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസസിനെ, അതായത് ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിളിക്കുക. സോ ഇന്ററോഗേറ്റീവ് സെന്റൻസസിനെ നമ്മൾ എങ്ങനെ പാസീവ് ഫോമിലേക്ക് മാറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ 2-3 ടൈപ്പ് ഓഫ് ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ടൈപ്പ്, സോ ഞാനിവിടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് എഴുതാൻ വേണ്ടി പോവാണ്. ദ ഫസ്റ്റ് ടൈപ്പ്. സോ ദ ഫസ്റ്റ് ടൈപ്പ് ഞാൻ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഡു സ്റ്റാർട്ട് വിത്ത് ഡു, does or did. So questions that start with do അല്ലെങ്കിൽ does or did. ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഈ 3 ടൈപ്പ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ഞാൻ എക്സാമ്പിൾ എഴുതാൻ പോവാണ്. Did Seema like painting? Did Seema like painting എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Did Seema like painting? സോ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബേസിക്കലി ഇവിടെ ഈ വേർബ് നമ്മൾ ടു ബി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ഡസ് എന്നുള്ളത് എന്താണ്? ഡസ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഡു അല്ലെങ്കിൽ ഡസ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ദെൻ വി ഹാവ് ഡിഡ്, ദാറ്റ് ഈസ് ഇൻ ദ പാസ്റ്റ് അല്ലെ. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ഫോമിലാണ്. ഇപ്പൊ ഇത് ഏത് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസിലല്ലേ. സീമ പെയിന്റിങ് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ, മുന്നേ ചെയ്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഡു സീമ ലൈക്ക് പെയിന്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? സോ ഇതിൽ നിന്നകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡസ് ആണ് കേട്ടോ. ഡു സീമ ലൈക്ക് പെയിന്റിംഗ് എന്നല്ല, ഡസ് സീമ ലൈക്ക് പെയിന്റിംഗ് എന്നുള്ളതാണ്. ഡു സീമ ആൻഡ് രാജു ലൈക്ക് പെയിന്റിംഗ് അങ്ങനെയാണെങ്കിൽ ഡു ആണ് വരിക. കാരണം എന്താണ്? ക്വസ്റ്റ്യനിങ് വേർബ് 2 പ്ലൂറൽ ആവുന്ന സമയത്ത് ഡു എന്നുള്ളതും സിംഗുലർ ആവുന്ന സമയത്ത് ഡസ്, ദ വേർബ് എഗ്രിമെന്റ്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് അല്ലെ എന്നുള്ള രീതിയിലാണ് അതിൽ വന്നിരിക്കുന്നത്. സോ ഡിഡ് സീമ ലൈക്ക് പെയിന്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഈസ് ഇൻ ദ പാസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യനിങ് വേർഡ് നമ്മൾ മാറുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യനിങ് വേർഡ് വിൽ ചേഞ്ച് ആൻഡ് ദാറ്റ് വിൽ കം ആസ്, നമ്മൾ നേരത്തെ പ്രസന്റിന് ഉപയോഗിച്ചിരുന്നത് ഏതായിരുന്നു? ഈസും അല്ലെങ്കിൽ ആർ അല്ലെ. ഇവിടെ വരുന്ന സമയത്ത് വാസ് അല്ലെങ്കിൽ വേറാണ്. സോ വാസ് ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാണ്. വാസ് പെയിന്റിംഗ് ലൈക്ക്ഡ് അല്ലെ, ലൈക്കിന്റെ V3 liked by Seema, right? Was painting liked by Seema, right? ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടി എഴുതാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Does Sachin drink coffee? Does Sachin drink coffee? ഇതൊന്ന് മാറ്റി തരോ? ഇതൊന്ന് മാറ്റിയേ. അതിന്റെ ആൻസർ എങ്ങനെ വരും? ആൻസർ വരുന്നത് എങ്ങനെയാ? ഡസ് ആണ്. അപ്പം ഈസ് അല്ലെങ്കിൽ ആർ ആണ് വരേണ്ടത്. കോഫി ആയതുകൊണ്ട് നമ്മൾ ആർ ഉപയോഗിക്കേണ്ട. ഈസ് കോഫി drunk by Sachin.
റൈറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ദാറ്റ് ഇസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാണ്? ഡു, ഡസ് ഓർ ഡിഡ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എസ്പെഷ്യലി നമ്മൾ നോക്കും ഏത് ടെൻസിലാണ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, എന്നിട്ട് അതിനുശേഷം വി ക്യാൻ യൂസ് ഈസ് ഓർ ആർ അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? So these are the steps to convert an interrogative question that begins with do, does or did. Do, does or did എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ്. ഡു, ഡസ് ഓർ ഡിഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബേസിക്കലി ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ അല്ലെങ്കിൽ ആർ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്യുക. റൈറ്റ്? ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുവാണെങ്കിൽ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയുന്ന സമയത്ത് ഐ വുഡ് സേ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ദ ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, വിൽ, ഷാൾ, ക്യാൻ, മേ എക്സെട്ര. ഇങ്ങനെ പല ഷുഡ് ഇതിങ്ങനെയുള്ള പല വേർഡ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ അത് തന്നെ എക്സാമ്പിൾ എടുക്കാം. ഹാസ് ഹി ഡൺ ഹിസ് homework? Has he done his homework? Has he done his homework? ഇതാണ് ഇതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇനി ഇതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ബേസിക്കലി ഹാസ് ഓർ ഹാവിന് വരുന്ന സമയത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ക്യാൻ, ഷുഡ്, മേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ദേ ഒക്കെ ദർ ഒക്കെ no changes are there, no changes are there, no changes will be there for position and their existence. has എന്നുള്ളത് has ആയിട്ടും എന്താണോ തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യാണ് ചെയ്യുക. റൈറ്റ്? ഹാസ് ഹി ഡൺ ഹിസ് ഹോംവർക്ക് എന്നുള്ളതിൽ നമ്മൾ വരുന്ന സമയത്ത് എന്തായി? ഹാസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒബ്ജക്റ്റ് എന്നുള്ളതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഹിസ് ഹോംവർക്ക് ആണ്. ഹാസ് ഹിസ് ഹോംവർക്ക്, ഹാസ് ഹിസ് ഹോംവർക്ക്. Has his homework been done by him? ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളും കൂടി നോക്കുക. Will Mr. X eat the mango? Will Mr. X eat the mango? റൈറ്റ്? അങ്ങനെയാണ്. ഇതിനൊന്ന് മാറ്റി തന്നെ. ഞാൻ പറഞ്ഞു ഒരു ചേഞ്ചസും ഇല്ല അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പാസീവ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യന്റെ സെയിം ക്വസ്റ്റ്യനിങ് വേർഡ് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതുക. വിൽ ദ മാംഗോ, മാംഗോസ് അല്ലല്ലോ, മാംഗോ മാത്രമല്ലല്ലോ. വിൽ ദ മാംഗോ, വിൽ ദ മാംഗോ ബി ഈറ്റൻ? കാരണം ഇവിടെ ഈറ്റ് എന്നുള്ള രീതിയിലല്ല ഉള്ളത്. സോ വിൽ എന്നുള്ളത് ഏതാണ്? ഫ്യൂച്ചർ ടെൻസിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ബി ഈറ്റൻ ബൈ മിസ്റ്റർ എക്സ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ കൊണ്ടുപോവുക. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത് whenever you are writing. റൈറ്റ്? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ടൈപ്പ് വിച്ച് ഇസ് ഹാസ്, ഹാവ്, ഹാഡ്, മേ, അല്ലേ, ക്യാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് വി വിൽ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. റൈറ്റ്? ഇനി വി വിൽ ഗോ ടു ദ തേർഡ് ടൈപ്പ് വിച്ച് ഇസ് ദ WH ടൈപ്പ് ക്വസ്റ്റ്യൻസ്. WH ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ അകത്താണ് മെയിൻ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? വെൻ, വൈ, അല്ലേ, വെൻ, വൈ, വേർ, ഹൗ, വാട്ട് എന്നുള്ളതൊക്കെ എക്സെട്ര ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താണ്? ദ സെയിം തിങ്, ദർ ഈസ് നോ ചേഞ്ചസ്. ഇവിടെയും എന്തില്ല? ഈ ക്വസ്റ്റ്യനിങ് വേർഡ്സിന് നോ ചേഞ്ചസ് വിൽ ഹാപ്പൻ. ഒരു രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ നേരത്തെ ഹാസ് ഓർ ഹാവിന്റെ പറഞ്ഞ കാര്യം പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ. എന്താണ്? ഇവിടെയും നമ്മൾ ചേഞ്ചസ് വരില്ല. പക്ഷേ ഒരു നോട്ട് നിങ്ങൾ ചെയ്യണം. ഒരു നോട്ട് മാത്രം നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ആ നോട്ട്സിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഹു എന്നുള്ളത് മിക്കവാറും എന്തായിട്ട് മാറും? ഹു എന്നുള്ളത് എന്തായിട്ട് മാറും? ബൈ ഹും എന്നുള്ളതും ഹും എന്നുള്ളത് എന്തായിട്ട് മാറും? ഹു എന്നുള്ളതായിട്ടും മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു നോട്ടായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക.
വിച്ച് ഇസ് ഹു എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ബൈ ഹും വാസ് ദിസ് ഡൺ എന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം ബൈ ഹും എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. റൈറ്റ്. ഇതാ ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ദാറ്റ് ഈസ് നോക്കിക്കോ, ആക്റ്റീവ് വോയിസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് വോയിസിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. വാട്ട് did the leader say to his followers? What did the leader say to his followers എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്. ഇതിന്റെ പാസീവ് വോയിസ് നോക്കിക്കോ. വാട്ട് ഡിഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡിഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസിലാ വരുന്നത്? ഏത് ടെൻസിലാ? പാസ്റ്റിലാണ് അല്ലെ, മുന്നേ പറഞ്ഞ കാര്യമാണ്. സോ വാട്ട് വാസ് V3 ഉപയോഗിച്ചോ. സേന്റെ ഏതാ? സെഡ്. വാട്ട് വാസ് സെഡ് ബൈ ദ ലീഡർ ടു ഹിസ് followers. What was said by the leader to his followers. What was said to his followers എന്ന് by the leader എന്നല്ല. What was said by the leader to his followers. So actually ഇതിൽ നിങ്ങൾ ചോദിക്കുക, അല്ലയോ സാറേ ഇതിൻ്റെ അകത്ത് പൊസിഷൻ മാത്രം, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിലേക്കാണോ? ദാറ്റ് ഡസന്റ് മൈൻഡ്. കാരണം ഇവിടെ ചെയ്തത് എന്നുള്ള എഫക്റ്റിലേക്ക് വരുന്നത് ആരാണ്? സോ ബേസിക്കലി ഗ്ലോറിഫൈ ചെയ്യുന്ന എപ്പോഴും ബൈ എന്നുള്ളതല്ല, ആരെ ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ടാണ് ഈ സെന്റൻസ് റിവോൾവ് ചെയ്യുന്നത്. ഇവിടെയും ഒബ്ജക്റ്റിന് തന്നെയാണ് പ്രാധാന്യം. ടു ഹിസ് ഫോളോവേഴ്സ്, അയാൾ എന്താണ് ഫോളോവേഴ്സിനോട് പറഞ്ഞത്, അയാളാൽ എന്ത് പറയപ്പെട്ടു എന്നുള്ള രീതിയിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആ ഒരു പ്രയോറിറ്റി ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹും എന്നുള്ള സാധനമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ച് വരും എന്നുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നോക്കാം. Whom did you greet at the party? Whom did you greet at the party എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആക്റ്റീവ് വോയിസിൽ. ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റി നോക്കാം. സോ നമുക്കറിയാം ഡിഡ് തന്നെയാണ്, ഇത് എന്ത് തന്നെയാണ്, ഇതെന്താണ് ബേസിക്കലി ഇതും ലൈക്ക് പാസ്റ്റിൽ വരുന്ന സെന്റൻസ് ആണ്. സോ ഹും ബിക്കംസ്, ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹൂ എന്നത്, ഹും വേർ എന്ന് പറയില്ല, ഹൂ വേർ ഗ്രീറ്റഡ് ബൈ യു അറ്റ് ദ പാർട്ടി. ഹൂ വേർ ഗ്രീറ്റഡ് ബൈ യു അറ്റ് ദ പാർട്ടി. ക്ലിയർ ആണോ? ഹും എന്തുകൊണ്ട് മാറി? ഹും വേർ ഗ്രീറ്റഡ് ബൈ യു എന്നുള്ളത് പറയില്ലല്ലോ, ഹൂ വേർ ഗ്രീറ്റഡ് ബൈ യു എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ കൺവെൻഷണൽ മെത്തേഡ്സ് മാറുകയുണ്ടാവുക. ക്ലിയർ ആണോ? So that is all about interrogative sentences. 3 type of interrogative sentences നെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ്, ഡു, ഡസ് ഓർ ഡിഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന്റെ ക്വസ്റ്റ്യന്റെ വേർഡ് അനുസരിച്ച് ഡു ആണെങ്കിൽ ഈസ്, ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഡിഡ് ആവുന്ന സമയത്ത് വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ള രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓൾസോ ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൾ, ക്യാൻ, കുഡ് എന്നുള്ള രീതിയിൽ മേ എക്സെട്ര ഇതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഓൾസോ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ അവരുണ്ടാവുകയും ചെയ്യും. അതുപോലെ WH ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് മാത്രം എന്താണ് റൈറ്റ്, ഇതിന് സബ്ജക്ട് പൊസിഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട് പൊസിഷൻസിന് നല്ല മാറ്റമുണ്ട്. കാരണം ഒബ്ജക്റ്റ് ആദ്യം വരുന്ന ഒരു പ്രവണതയല്ല ഈ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. WH ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചേഞ്ചസ് വരുന്നില്ല, പക്ഷേ ഹൂ എന്നുള്ളത് ബൈ ഹൂം എന്നുള്ളതാവും. ഹൂം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഹൂ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? സോ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയുണ്ടായി. സോ ഇതായിരുന്നു ഇന്ററോഗേറ്റീവ് സെന്റൻസസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ ഇന്ററോഗേറ്റീവ് സെന്റൻസസിന്റെ ആ പോർഷൻ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് മാത്രമല്ല ഇംഗ്ലീഷിലുള്ളത്. ദെൻ വി ഹാവ് സം ടൈപ്പ് ഓഫ് സെന്റൻസസ്, നെയിംലി ഇംപറേറ്റീവ് സെന്റൻസസ്. എന്താണ് ഇംപറേറ്റീവ് സെന്റൻസസ്? റൈറ്റ്, ഇംപറേറ്റീവ് സെന്റൻസസ്. എന്താണ് ഇംപറേറ്റീവ് സെന്റൻസസ് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ജനറലി ഇംപറേറ്റീവ് സെന്റൻസസ് ആർ ലൈക്ക് എക്സ്പ്രസ്. എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? which express advice, suggestions, requests or commands.
സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇംപറേറ്റീവ് സെന്റൻസസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഐ വുഡ് സേ ദീസ് ആർ സെന്റൻസസ് വിച്ച് എക്സ്പ്രസ് അഡ്വൈസസ്, സജഷൻസ്, റിക്വസ്റ്റ് ഓർ കമാൻഡ്സ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി നോക്കുന്നത്. സോ ഇതിൽ ഏത് സെന്റൻസ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റൈറ്റ്? സോ ഇനി നോക്കാം. ഇനി ഇവിടെ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാൻ പോണേ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ആദ്യം എടുക്കാൻ പോണേ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് തന്നെ എടുക്കാൻ വേണ്ടി പോവാണ്. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ് പ്ലീസ് ബ്രിങ് മീ സം ടീ. പ്ലീസ് ബ്രിങ് മീ സം ടീ. സോ ബേസിക്കലി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഈ സെന്റൻസിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇയാളെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പ്ലീസ് എന്നുള്ള ഒരാള് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ചേഞ്ച് ദം. ലൈക്ക് ചേഞ്ച് എന്ത് ചെയ്യുക, ഈ വേർഡ് പ്ലീസിനെ നമ്മൾ എന്ത് ചെയ്യും, യു ആർ റിക്വസ്റ്റഡ്. എന്താണ് യു ആർ റിക്വസ്റ്റഡ് എന്നുള്ള രീതിയിലേക്ക് പാറ്റേണിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. യു ആർ റിക്വസ്റ്റഡ് ടു ബ്രിങ് മീ സം ടീ. യു ആർ റിക്വസ്റ്റഡ്. ഇവിടെ നമ്മൾ ബ്രിങ് എന്നുള്ള, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അയ്യോ സാറേ ഇവിടെ ബ്രിങ് എന്നുള്ളത് V3 ആക്കിയിട്ടില്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിക്വസ്റ്റഡ് എന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നത്. ആർ റിക്വസ്റ്റഡ് എന്നുള്ളത് B+V3 സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താ, ആറിനെയും റിക്വയർഡ് നെയിം അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വിച്ച് ഇസ്, ഇനി ഞാൻ പറയുകയാണ് നിങ്ങളോടൊരു അഡ്വൈസ് ചെയ്യാൻ തരാണ്. ഇവിടെ ഞാൻ റിക്വസ്റ്റ് പോലെയാണ് തന്നിരിക്കുന്നത് അല്ലെ, റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഇസ്, അതുകൊണ്ടാണ് യു ആർ റിക്വസ്റ്റഡ് ടു എന്നുള്ള പാറ്റേണിലേക്ക് അതിനെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യാൻ പോവാണ്. സോ ദിസ് വാസ് എ റിക്വസ്റ്റ്, നൗ ഐ എം ഗോയിങ് ടു അഡ്വൈസ്. ഞാൻ വൃത്തിയിൽ തന്നെ എഴുതി തരാം. ദാറ്റ് ഇസ്, സോ ആദ്യം നമ്മൾ പറഞ്ഞ ആ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ റിക്വസ്റ്റ് അല്ലെ, ഒരു റിക്വസ്റ്റിന്റെ ടോണിലുള്ളതായിരുന്നു. കാരണം ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ബ്രിങ് മീ സം ടീ എന്നുള്ളതാണ് പറഞ്ഞത്. സോ അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, യു ആർ റിക്വസ്റ്റഡ് ടു ബ്രിങ് മീ സം ടീ എന്നുള്ളത് രീതിയിലേക്ക് മാറുകയുണ്ട്. ആരോടെന്നില്ലാതെ പറഞ്ഞൊരു സെന്റൻസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, പ്ലീസ് എന്നുള്ള യു ആർ റിക്വസ്റ്റഡ് എന്നുള്ളത് ആരോ ഒരാളോട് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും. ഇനി നമുക്ക് നോക്കാം, അഡ്വൈസ് എന്നുള്ളൊരു സാധനം വരുവാണ്. ഇവിടെ ഇനി വരാൻ പോകുന്നത് അഡ്വൈസ് ആണ്. സോ അഡ്വൈസ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരു സെന്റൻസ് ഇവിടെ എഴുതാം. ഡു യുവർ വർക്ക് ഓൺ ടൈം. സോ ഇതൊരു അഡ്വൈസ് അല്ലേ, നേരത്തെ റിക്വസ്റ്റ് എന്നുള്ള സാധനം ആയതുകൊണ്ട് യു ആർ റിക്വസ്റ്റഡ് എന്നൊന്നും ആക്കി. ഇവിടെ എന്തായി, ഇവിടെ എന്താ ആക്കാൻ പോകുന്നത്, യു ആർ പറഞ്ഞേ എന്തായിരിക്കും, റിക്വസ്റ്റഡ്. അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡ്. യു ആർ advised to do your work on time. Clear ആണോ? Do your work on time. You are advised to. ഇനി അതുപോലെ നമ്മൾ വരുന്ന സമയത്ത് അഡ്വൈസ് എന്നുള്ളത് പറഞ്ഞു. ഇനി എന്താ, ഇനി നമുക്ക് നോക്കാം. ഇനി കമാൻഡ്സ് എന്നുള്ളൊരു സെക്ഷൻ വരികയാണ്. കമാൻഡ് എന്നുള്ള സെക്ഷൻ വരികയാണെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് കമാൻഡഡ് ടു എന്നുള്ള രീതിയിലേക്കല്ല യൂസ് ചെയ്യുക. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബ്രിങ് ഇൻ ദ കൾപ്രിറ്റ്സ്. ബ്രിങ് ഇൻ ദ കൾപ്രിറ്റ്സ് എന്നുള്ള സെന്റൻസിനെ നമ്മൾ മാറ്റുന്ന സമയത്ത്, കമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ ലെറ്റ് എന്നുള്ള ഒരാളെയാണ് ഉപയോഗിക്കുക. കമാൻഡ് വരുന്ന സമയത്ത് ലെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദ culprits, ബാക്കി എല്ലാം കറക്റ്റ് തന്നെ. let the culprits be brought in. So brought എന്നുള്ളത് ഇവിടെ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഐ ആം ഓൾസോ വൺസ് മോർ ഒരു ഇത് ഞാൻ ചോദിക്കുകയാണ്, കുക്ക് ദ ഫുഡ്. ഇനി ഒരൊറ്റ എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരികയാണ്. കിൽ ഹിം. ഇതൊക്കെ കമാൻഡ്സ് ആണ്. സോ കുക്ക് ദ ഫുഡിനെ ഒന്ന് പറഞ്ഞേ, let the food kill kill him അല്ല, അത് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. സോ ഞാൻ അതൊന്ന് മായ്ക്കുവാണ്. ഓക്കെ, let the food be cooked. സോ അടുത്തത് പറയാണ് kill the man. അപ്പൊ പറഞ്ഞോ, let the man be killed.
ലെറ്റ് ദ മാൻ ബി കിൽഡ്. സോ ഇങ്ങനെയെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളോട് ഒരു കമാൻഡ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത്, റൈറ്റ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇനി ഒരൊറ്റ കാര്യം കൂടി. സോ നമ്മൾ നോക്കി അഡ്വൈസ്. സോ ആദ്യം നമ്മൾ നോക്കി റിക്വസ്റ്റ് നോക്കി, പിന്നെ അഡ്വൈസ് നോക്കി, കമാൻഡ് നോക്കി. ഇനി നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സജഷൻ, റൈറ്റ്? സജഷൻസ്. ഇനി സജഷൻസിന് നമുക്ക് മാറ്റാനുള്ള പ്ലാൻ നോക്കുകയാണെങ്കിൽ സജഷൻസിന് നമുക്ക് മാറ്റാം. സജഷൻസ്, ഞാനൊരു സജഷൻ ഇവിടെ എഴുതാൻ പോവാണ്. റെസ്പെക്ട് എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. റെസ്പെക്ട് എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. സോ ഈ ക്വസ്റ്റ്യൻ ഇത് വന്നിരിക്കുന്നത് ഒരു സജഷൻ ആയിട്ടാണ്. നിങ്ങൾ സജസ്റ്റ് ചെയ്തു, ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സോ ഇങ്ങനെ വരുന്ന സാധനത്തിന് നമ്മൾ ഷുഡ് എന്നുള്ള സജഷൻസ് വരുമ്പം നമ്മൾ ഷുഡ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിനെ ടെൻസിൽ നിന്ന് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുക. സോ നോക്കിക്കോ, എൽഡേഴ്സ് ഇൻ ദ ഫാമിലി അല്ലേ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എൽഡേഴ്സ് ഇൻ ദ ഫാമിലി, ഇൻ ദ ഫാമിലി. ഷുഡ്, പറഞ്ഞോ, ഷുഡ് ബി റെസ്പെക്റ്റഡ്. ഷുഡ് ബി റെസ്പെക്റ്റഡ്. ബി എന്നുള്ളത് അതേ ഫോമിൽ വന്നു, ഷുഡ് എന്നുള്ളതും നമ്മൾ യൂസ് ചെയ്തു. ഞാൻ ഒറ്റ എക്സാമ്പിളും കൂടി നോക്കിയിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് തിങ്. ഫോളോ യുവർ ഡ്രീംസ്. ഇതൊരു സജഷൻ ആണ്, ഫോളോ യുവർ ഡ്രീംസ് അല്ലെ. ഫോളോ യുവർ ഡ്രീംസ് എന്നുള്ളത് ഒരു സജഷൻ ആയിട്ട് തന്നു. അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? യുവർ ഡ്രീംസ് എങ്ങനെ പറയും? ഷുഡ് ബി എന്തായിരിക്കും? V3 ഓഫ് ഫോളോ, ഫോളോഡ് അല്ലെ. ഫോളോഡ്. യുവർ ഡ്രീംസ് ഷുഡ് ബി ഫോളോഡ്. റൈറ്റ്? ക്ലിയർ ആണോ? റൈറ്റ്? സോ ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ യൂസ്. ഇനി ബേസിക്കലി നോക്കുകയാണെങ്കിൽ പ്രിപ്പോസിഷണൽ സെന്റൻസസ് നോക്കാം. ഇനി ഒരു സെന്റൻസസ് ടൈപ്പ് ആണ് പ്രിപ്പോസിഷണൽ സെന്റൻസസ്. സോ അതിന്റെയും കൂടി കാര്യം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് തിങ് അബൌട്ട് ആക്റ്റീവ് ആൻഡ് പാസീവ്. റൈറ്റ്? നോക്കാം. Prepositional sentences. Prepositional. So example നോക്കാം. Prepositional sentence ന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാണ്. Parents. Object to children. Watching. Object to children watching action movies. സോ ഇവിടെ എന്താ? ഒബ്ജക്റ്റ് ടു എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്താണോ വേർബ് ഒബ്ജക്റ്റ് അല്ലെ, ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ബേസിക്കലി മെയിൻ വേർബ് ആയിട്ട് വരുന്നത് അല്ലെ, ആക്റ്റീവ് വേർബ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ എന്താ ഇത് നോക്കിക്കോ, ചിൽഡ്രൻ. ഒബ്ജക്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ചിൽഡ്രൻ വാച്ചിങ് ആക്ഷൻ മൂവീസ് ആണ് ഒബ്ജക്റ്റ് വരുന്നത്. ചിൽഡ്രൻ വാച്ചിങ് ആക്ഷൻ മൂവീസ്. ആക്ഷൻ മൂവീസ്. വാച്ചിങ് അല്ലേ വന്നിരിക്കുന്നത്. സോ എന്താണ്? ഇസ്. സോ ഇസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പാരന്റ്സ് ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാരന്റ്സ് എന്നുള്ളത് ലൈക് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഒബ്ജക്റ്റ് എന്നുള്ളതിന് SRES ഫോം വരാഞ്ഞത്. സോ ദിസ് ഇസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെ. സോ ചിൽഡ്രൻ വാച്ചിങ് ആക്ഷൻ മൂവീസ് is objected to by parents. Right? So children watching action movies. So ആറാണ് ശരിക്കും അവിടെ വരേണ്ടതെന്നുണ്ടെങ്കിലും ഇതൊരൊറ്റ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ചിൽഡ്രൻ വാച്ചിങ് ആക്ഷൻ മൂവീസ് എന്നുള്ളത് ഒറ്റ ഒരു ഹോൾ ആയിട്ട് ഒരു സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ 6 വരാഞ്ഞെന്ന് ഈസ് വന്നിട്ടുള്ളത്. റൈറ്റ്? അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. objected to by parents എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയുണ്ടായി. ക്ലിയർ ആണല്ലോ? സോ അതുപോലെ തന്നെ മോഡൽസ് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്യാൻ, ഷുഡ്, എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊസിഷൻസ് മാറില്ല. അത് അതേ പൊസിഷൻസിൽ തന്നെയാണ് ഉണ്ടാവുക. സോ ഇനി ഇതിൽ നോക്കുന്ന സമയത്ത് റൈറ്റ്, ഇനി ഞാനൊരു മാറ്റാൻ പറ്റാത്ത 2-3 സെന്റൻസസിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. സോ ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള വേർബ്സിനെ ഒരു കാരണവശാലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. സോ വാട്ട് ഇൻട്രാൻസിറ്റീവ് വേർബ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ദ സൺ
rises in the east. ഇതൊരു പ്രോപ്പർ സെന്റൻസ് ആണല്ലോ. ദ സൺ റൈസസ്. സോ ദാറ്റ് ഇസ് ഇതൊരു സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസ് തന്നെയാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പക്ഷെ എന്താ ഇത് മാറ്റാൻ പറ്റുമോ? ദ ഈസ്റ്റ് ഇസ് റിസൺ ബൈ ദ സൺ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഒരു എക്സാമ്പിളും കൂടി ഞാൻ തരാം. വാട്ടർ ഫ്ലോസ് അണ്ടർ ദ ബ്രിഡ്ജ്. ബേസിക്കലി ഈ ഒരു വേർബിന്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഈ വേർബ് ബേസിക്കലി ആ വേർബിന്റെ പൊസിഷൻ മാറിയാൽ തന്നെ ദ സെന്റൻസ് ഡസൻ മേക്ക് എ ഹോൾ സെൻസ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് ആയിട്ട് അതിനെ കണക്കാക്കുക. സോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് മാറ്റി നോക്കിയേ. ദ ബ്രിഡ്ജ് ഫ്ലോസ് അണ്ടർ ദ വാട്ടർ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ദ ബ്രിഡ്ജ് ഈസ് ഫ്ലോൺ അണ്ടർ ദ വാട്ടർ? നോ, ദാറ്റ് വോണ്ട് ഹാപ്പൻ. അല്ലേ? ഇല്ലല്ലോ, പറ്റില്ലല്ലോ. റൈറ്റ്? സോ ദാറ്റ് ഈസ് ബേസിക്കലി എന്താണ് ഫ്ലോഡ് എന്നോ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് ഇസ് ക്വൈറ്റ് ഈ ഒരു സെന്റൻസിൽ മാത്രമേ, ആക്റ്റീവ് വോയിസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, റിമെയിൻ ദ ആക്റ്റീവ് വോയിസ് ഫോമിൽ തന്നെ റിമെയിൻ ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആക്റ്റീവ് പാസീവ് വോയിസസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെന്റൻസ് കറക്ഷൻ എന്നുള്ള ഏരിയയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സോ സെന്റൻസ് കറക്ഷൻ എന്താണ്? സോ സെന്റൻസ് കൺസ്ട്രക്ഷൻ. സോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടെൻസസിലൂടെ ഏതൊക്കെ സെന്റൻസസ് ഡ്രാഫ്റ്റ് ചെയ്യാന്നുള്ളതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഇനി ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്താണെന്ന് മനസ്സിലായി. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം എല്ലാ ടൈപ്പ് ഓഫ് സെന്റൻസസ് നമ്മൾ പഠിച്ചു. ടെൻസ് ഫോംസിൽ എല്ലാ നോർമൽ ആയിട്ട് വരുന്ന 12 ടെൻസ് ഫോംസിൽ നിന്ന് എത്ര ടെൻസ് ഫോംസിലേക്ക് നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുക? 4 നമ്മൾ പോയി കഴിഞ്ഞാൽ ബാക്കി 8 ടെൻസ് ഫോംസിലാണ് നമ്മൾ പാസീവ് വോയിസ് എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കി. അതുപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഡു, ഡിഡ്, ഡസ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി. ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, ഷുഡ്, മേ എന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറി നോക്കി. അതേപോലെ നമ്മൾ WH ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി. WH ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ലൈക്ക് ഒബ്ജക്ട് ആൾട്ടറേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് മാറ്റുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റി. ബാക്കിയുള്ളിടത്ത് എല്ലാവരും സെയിം പൊസിഷനിൽ തന്നെ മാറാതിരിക്കുകയാണ്. ഡു ഓർ ഡസ് എന്നുള്ളത് മാത്രം എന്തായി ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ വേർ എന്നുള്ള രീതിയിലേക്ക് മാറാനുള്ള പ്രവണത കാണിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ദ സെയിം പൊസിഷൻ. ഇനി ലാസ്റ്റ് പൊസിഷൻ WH ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഹു എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഹും എന്നായിട്ട് മാറും. ബൈ ഹും എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഹും എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വന്നാൽ ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു ഹു എന്നുള്ളതും നമ്മൾ പറയുകയുണ്ടായി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസസ് അഥവാ റിക്വസ്റ്റുകൾ, അഡ്വൈസുകൾ, കമാൻഡുകൾ, അതുപോലെ സജഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എങ്ങനെ മാറ്റാന്നുള്ളത് നോക്കി. സോ അഡ്വൈസ് ആണെങ്കിൽ റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് അഡ്വൈസ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ കമാൻഡ് എന്നുള്ളത് എന്താണ്, ലെറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റാൻ വേണ്ടി പഠിച്ചു. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയ സമയത്ത് നമ്മൾ ലൈക്ക് ആക്റ്റീവ് വോയിസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. സോ ഇനി ഇംപറേറ്റീവ് സെന്റൻസസിന്റെ എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറീസും കമാൻഡ്സ്, സജഷൻസ് അല്ലെ എല്ലാം നമ്മൾ നോക്കി. ഷുഡ് ബി എന്നുള്ള രീതിയിലൊക്കെയാണ് സജഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിപ്പോസിഷണൽ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യുന്നില്ല, ഇന്റർചേഞ്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന വേർബ്സ്. ഒരു സെന്റൻസിനെ സംബന്ധിച്ചോളം ഇൻട്രാൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന വേർബ്സിന് യാതൊരു വിധത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു കാരണവശാലും ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. സോ ദാറ്റ് ഈസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, സോ യുവർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ദ ക്വസ്റ്റ്യൻ ഇസ് ഗിവൻ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നോ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസ് ഇൻ ദ ബ്രിഡ്ജ് എന്നോ അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നത് വിച്ച് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഡസന്റ് ഹാവ് ആൻ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. അങ്ങനെ വരുന്ന സമയത്ത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ നോ ആക്റ്റീവ് വോയിസ് എന്നുള്ള നോ പാസീവ് വോയിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഇത്രയുമാണ് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലേക്ക് പറയാനുള്ളത്. നൗ വിൽ ഗോ ടുവേർഡ്സ് ദ സെന്റൻസ് കൺസ്ട്രക്ഷൻ. സോ എങ്ങനെയാണ് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്, അതുപോലെ സെന്റൻസസിന്റെ പാർട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാം.